ജോസ് കെ മാണി സംസാരിക്കുക. ടൈം ഗ്യാപ്പും ഇപ്പോൾ ഉള്ളതുമായി ബന്ധപ്പെട്ട് വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു 7 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് 25 സെക്കൻഡ് വരെ വെയിറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിൽ 3 വോട്ട് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഞാൻ ഇപ്പം എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിൽ 7 നിയമസഭാ മണ്ഡലം കടന്നുപോയി. പല സ്ഥലങ്ങളിലും വലിയൊരു ക്യൂ ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ആളുകൾ മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാതെ വന്ന് തിരിച്ചു പോയവരുണ്ട്. എന്താണ് ആ വോട്ടിംഗ് മെഷീനിൽ പെട്ടെന്ന് ഒരു റാഡിക്കൽ ചേഞ്ച് ആയിട്ട് വന്നത് എന്ന് എനിക്കറിയില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉള്ളത് സ്മൂത്തായിട്ട് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്നത് ഇത്രയും ഒരു ഡിലേ വരുന്നു. അതിനകത്ത് VVPAT കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ആയിരുന്നു. എന്ത് സോഫ്റ്റ്വെയർ ചേഞ്ചസ് ആണ് വരുത്തിയിരിക്കുന്നത്, എന്താണ് ഇന്റേണൽ ചേഞ്ചസ് വരുത്തിയിരിക്കുന്നത് ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇതെല്ലാം മുകളിൽ നിന്നുള്ള വരവാണ്. ജോസ് കെ മാണിയും പറയുന്നത് ഈ വോട്ടെടുപ്പ് അത് വേഗം എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്തെങ്കിലും കാരണമുണ്ടോ? അല്ല, വിജയകുമാർ, ഏറ്റവും ഒടുവിൽ പുതുപ്പള്ളി ബൈ ഇലക്ഷനും സമാനമായ ആരോപണം ബൂത്തുകൾ കേട്ടതാണ്. അവിടെ ഉയർന്ന പ്രശ്നം ഈ വോട്ടിംഗ് മെഷീനിൽ എന്താണ് ബീപ് സൗണ്ട് കേൾക്കാൻ സമയമെടുക്കുന്നു, 1 മിനിറ്റിൽ 3 വോട്ട് എന്നുള്ള വോട്ട് ചെയ്ത് മാറി കഴിഞ്ഞാൽ നമ്മളോട് ആ പ്രിസൈഡിംഗ് ഓഫീസർ വെയിറ്റ് എന്ന് പറയുന്നത് കേൾക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. പല ബൂത്തുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. പല ബൂത്തുകളിലും പോളിംഗ് നീളാൻ കാരണം അതാണ് ആദ്യം മുതലേ പറഞ്ഞു. പിന്നെ വോട്ടിംഗ് മെഷീൻ മാറ്റുന്നതിന്റെ ആലോചന പക്ഷെ ഒന്നും നടന്നില്ലെന്ന് അവിടെ. പക്ഷെ അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ 6 മണിക്ക് അവിടെ എത്തിയിട്ടുള്ളായിരുന്നു എല്ലാവരും. ഒരു ബൂത്തിൽ 7:30 ആകുമ്പോഴത്തേക്കാണ് അത് ഞാൻ നിന്ന ബൂത്തിൽ അന്ന് ഞാൻ മുതൽ 7:30 പൂർത്തിയാവുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെയും എത്ര വൈകിയാലും 6 മണിക്ക് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടാകും. അതെല്ലാം നിരാശപ്പെട്ട് മടങ്ങേണ്ടി എന്തായാലും വരില്ല. പക്ഷേ വോട്ടെടുപ്പ് അവസാനിക്കാൻ, പക്ഷേ അതിനുശേഷവും ക്യൂവിൽ നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാം. അത് നിയമപരമായി തന്നെ അനുവദിച്ചിട്ടുള്ളതാണ്.